താലിപ്പൊന്ന്. ആ പിഴച്ചുപോയ പെണ്ണിനോട് മിണ്ടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒളിച്ചും പാത്തും പോയി അവളോട് മിണ്ടിയില്ലെങ്കിൽ നിനക്കെന്താടി ഉറക്കം വരില്ലല്ലേ? 10ാം ക്ലാസ്സുകാരിയായ അല്ലിയുടെ കൈത്തുടയിൽ ആഞ്ഞു തല്ലിക്കൊണ്ടാണ് അല്ലിയുടെ അമ്മ സുമ അത് ചോദിച്ചത്. പെട്ടെന്ന് അവരുടെ വായിൽ നിന്ന് പിഴച്ചവളെന്ന വാക്ക് കേട്ടതും ഒരു മതിലിനപ്പുറം നിന്ന വാമിയുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. ഇപ്പോൾ കുറേ നാളുകളായി പലരിൽ നിന്നും കേട്ടു ഈ പദപ്രയോഗം. കുറച്ചുനേരം ആലോചനയോടെ വാമി മതിലിൻ്റെ അരികിൽ തന്നെ നിന്നു. പണ്ടായിരുന്നെങ്കിൽ ഈ സുമച്ചേച്ചി വാമിന്ന് തികച്ചു വിളിക്കില്ലായിരുന്നു. അത്രയ്ക്കിഷ്ടമായിരുന്നു അവർക്ക്. ഇന്നിപ്പോൾ തൻ്റെ ജീവിതം പോലും കീഴ്മേൽ മറിഞ്ഞിരിക്കുന്നു. അതിനെല്ലാം കാരണക്കാരനായവൻ്റെ മുഖം ഓർമ്മയിൽ വന്നതും വാമിയുടെ കടപ്പല്ല് ഞെരിഞ്ഞു. അവളുടെ കണ്ണിൽ പക ആളിക്കത്തി. എത്ര നേരമായിട്ടും വാമി മതിലിൻ്റെ അരികിൽ നിന്ന് ആലോചനയോടെ എങ്ങോട്ടേക്കും പോകാതെ നിൽക്കുകയാണ്. അപ്പോഴേക്കും സുമ അവളുടെ അരികിലേക്കെത്തി. ദേ വാമി, എനിക്കൊരു പെങ്കൊച്ചാണ് വളർന്നു വരുന്നത്. ദേവി, ഇത് നിന്നെപ്പോലെ ഒരു ചീത്തപ്പേര് അവൾക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കല്ലേ. നിന്റെ മുമ്പിൽ ഞാൻ അപേക്ഷിക്കുന്നതായിട്ട് കരുതിയാൽ മതി. അതും പറഞ്ഞ് വാമിയുടെ മുൻപിൽ കൈ തൊഴുതു നിൽക്കുവാണ് സുമ. ഒരു നിമിഷം വാമിക്ക് എന്തു പറയണമെന്നറിയാതെ പോയി. ചേച്ചി, ഞാൻ അല്ലിമോൾക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടി, അതിനുവേണ്ടിയാ ഞാൻ ഇവിടേക്ക് വന്നത്. കാവിലെ അയ്യപ്പനാണ് സത്യം. ഇടറിയ വാക്കുകളോടെ വാമിയത് പറയുമ്പോൾ സുമയ്ക്ക് അവളോട് അലിവ് തോന്നി. പക്ഷേ വാമിയുമായിട്ടുള്ള അല്ലിയുടെ കൂട്ട് അതത്ര നല്ലതല്ല. അതും വാമി ഒരു ചീത്ത പെണ്ണാണെന്ന് ഈ നാട് മുഴുവൻ അറിഞ്ഞ സാഹചര്യത്തിൽ. പഠിത്തത്തിൽ തന്നെ മിടുക്കിയായിരുന്ന വാമിക എന്ന വാമി പഠിച്ച സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം ഒന്നാമത് PG ഫൈനൽ ഇയറിന് ഡിസ്റ്റിങ്ഷനോടെ വിജയിച്ച വാമിയുടെ ജീവിതം തലകീഴായി മറിഞ്ഞത് അവൾ ഒരു ഇൻ്റർവ്യൂവിനായി ഒരു ഹോട്ടലിൽ പോയി. അവിടെ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ അവളുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകുന്ന തരത്തിലുള്ളതായിരുന്നു. തളർന്ന് കിടപ്പിലായ അമ്മയും മുഴുക്കുടിയനും പെണ്ണുപിടിയനുമായ അച്ഛനും വാമിയും മാത്രം അടങ്ങുന്നൊരു കൊച്ചു കുടുംബം. ഓടിട്ട ആ കൊച്ചു വീടിൻ്റെ ഉമ്മർത്തിണയിൽ അവളിരുന്നു. ഓർമ്മകൾ അത്രയും സഞ്ചരിച്ചത് പിന്നോട്ടായിരുന്നു. പാരമ്പര്യമായി ഒരുപാട് സ്വത്തും മുതലുമൊക്കെയുള്ള തറവാട്ടിലെ വാമിയുടെ അമ്മ വിജയലക്ഷ്മി. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? തറവാട്ടിലെ കുളം കെട്ടാൻ വന്ന തമ്പിയുമായി ഇഷ്ടത്തിലായിപ്പോയി. ഒടുക്കം അവരുടെ ഇഷ്ടം വീട്ടുകാർക്ക് മനസ്സിലായതോടെ തമ്പി അവർ ഒരുപാട് ഉപദ്രവിച്ചു. കുഴിച്ചുകൊണ്ടിരിക്കുന്ന കുളത്തിൽ കെട്ടിത്താഴ്ത്താൻ പോയപ്പോഴാണ് വിജയലക്ഷ്മി താൻ ഗർഭിണിയാണെന്നൊരു കള്ളം വീട്ടുകാരോട് പറയുന്നത്. പിന്നെ വേറെ നിവൃത്തിയില്ലാതെ വിജയ് വീട്ടുകാർ തമ്പിക്ക് തന്നെ വിവാഹം ചെയ്ത് നൽകി. അതോടൊപ്പം അവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സ്വന്തം ഇഷ്ടത്തിന് ഒരുവനെ തിരഞ്ഞെടുത്തു തറവീടിന് മാനക്കേടുണ്ടാക്കി. അങ്ങനെ ആയതുകൊണ്ട് തറവാട്ടിലെ യാതൊരു സ്വത്തിൻ്റെയും ഒരു അംശം പോലും വിജയ്ക്ക് കൊടുക്കത്തില്ലെന്ന്. വിജയുടെ വീട്ടുകാരുടെ ആ പറച്ചിലിൽ തമ്പിക്കൽപ്പം ക്ഷീണം തോന്നിയെങ്കിലും മറ്റു പലതും അയാൾ മനസ്സിൽ കണ്ടു. എന്തായാലും ഒരു കുട്ടിയൊക്കെ ആകുമ്പോൾ എല്ലാവരും തങ്ങളെ അംഗീകരിക്കുമല്ലോ എന്ന് അയാൾ മനക്കോട്ട കെട്ടി. എന്നാൽ തമ്പിയുടെയും വിജയുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാസം 5 വിജയ്ക്ക് വയറു വരുന്നില്ല. മാത്രവുമല്ല, ഒരു ഗർഭിണിയുടേതായ യാതൊരുവിധ അസ്വസ്ഥതകളും അവൾക്കില്ലെന്ന് കണ്ടതും തറവാട്ടിലുള്ളവർക്ക് സംശയം. പക്ഷേ പിന്നീട് വിജയുടെ നാവിൽ നിന്ന് തന്നെ വീട്ടുകാരറിഞ്ഞു തമ്പിയെ വിവാഹം കഴിക്കാൻ ഗർഭമുണ്ടെന്നൊരു കള്ളം പറഞ്ഞതായിരുന്നുവെന്ന്. തറവാട്ടിൽ ഈ കാര്യങ്ങൾ കൂടി അറിഞ്ഞപ്പോൾ വീട്ടുകാരവളെ പൂർണ്ണമായും ഉപേക്ഷിച്ചു. പിന്നീട് എന്തോ കാര്യത്തിന് ആ വീട്ടുമുറ്റത്ത് തമ്പിയും വിജയും ചെന്നപ്പോൾ ചൂലെടുത്ത് അടിച്ചിറക്കി വിജയുടെ ആങ്ങളമാരുടെ ഭാര്യമാർ. അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ട സാഹചര്യത്തിൽ അവരെ അവസാനമായി ഒന്ന് കാണാൻ പോലും സഹോദരങ്ങൾ വിജയെ അനുവദിച്ചില്ല. അതോടെ തറവാടും ആങ്ങളമാരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവർ അവസാനിപ്പിച്ചു. എന്നാൽ തറവാട്ടിലെ സ്വത്തും മുതലും മാത്രം സ്വപ്നം കൊണ്ട് അവളെ വിവാഹം ചെയ്ത തമ്പിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അതിൽ പിന്നങ്ങോട്ട് തമ്പി കൂടി തുടങ്ങി. കിണർ കുഴിക്കാനും കുളം കുഴിക്കാനും ഒക്കെ പോയി കിട്ടുന്ന പണം കൊണ്ട് അയാൾ കുടിച്ച് 4 കാലി വരും. ചിലപ്പോൾ ചിലവിന് പണം നൽകും. അതും അയാൾക്ക് തോന്നിയാൽ മാത്രം. അങ്ങനെയാണ് വിജയ തൊട്ടടുത്തുള്ള വീടുകളിൽ വീട്ടുജോലിക്കും അവരുടെ തുണികൾ അലക്കി കൊടുക്കാനുമായി പോയി തുടങ്ങിയത്. പക്ഷേ ആ ജോലികൾ പോലും അധികം നാൾ ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോഴേക്കും അവരറിഞ്ഞു അവരുടെ വയറ്റിൽ തമ്പിയുടെ ഒരു കുരുന്നു ജീവൻ വളർന്നു വരുന്നുണ്ടെന്ന്. ആ സമയം കുറച്ചുനാൾ തമ്പിക്ക് അവരോട് എന്തെന്നല്ലാത്ത സ്നേഹം തോന്നി. പക്ഷേ അതിൽ അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ഗർഭിണിയായ വിജയെക്കൊണ്ട് തൻ്റെ ഇംഗിതങ്ങൾ സാധിച്ചു തരാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെ തമ്പി വീട് വിട്ടിറങ്ങി. ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്നൊരു അതിഥിയായി മാറിയ അയാൾ. പക്ഷേ പിന്നീട് വിജയ് അറിഞ്ഞു, ആ നാട്ടിലെ തന്നെ പല പെണ്ണുങ്ങളുമായി അയാൾ കരുതാത്ത ബന്ധമുണ്ടെന്ന്. വിജയ് ഗർഭിണിയായിരിക്കെ തമ്പി വീട്ടിൽ വന്നപ്പോൾ അയാളോട് ഇതേപ്പറ്റി ചോദിക്കുകയും ദേഷ്യം വന്നിട്ട് വിജയെ പിടിച്ച് തള്ളുകയും ചെയ്തു. അന്നും മലർന്നടിച്ച് വീണു. ചോര ഒലിച്ച് വീട്ടിൽ കിടന്ന വിജയെ നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അവർ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. അതാണ് വാമിക. ചിന്തകൾ പലവഴി സഞ്ചരിച്ചപ്പോൾ വാമിക ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ഒരറ്റത്തു നിന്ന് തുടങ്ങി വീട്ടുജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ആ വീട്ടിൽ വാമിക മാത്രമേ താമസിക്കുന്നുള്ളൂ. ജോലികളെല്ലാം തീർത്തവൾ അവിടെ കണ്ട ഒരു കട്ടിലേക്കിരുന്നു. ഓർമ്മകൾ പിന്നെയും ഒരുപാട് പിന്നോട്ട് സഞ്ചരിച്ചു. കൃത്യമായി പറഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ സംഭവിച്ച ചില നിമിഷങ്ങളിലേക്ക് അവൾ ഓർത്തു. ആ ഓർമ്മകളിൽപ്പോലും അവളുടെ ഉടൽ ഞെട്ടി വിറച്ചു. PG കഴിഞ്ഞ ശേഷം വാമിക കുറച്ചുനാൾ അവിടെ അടുത്തൊരു തുണിക്കടയിൽ ജോലിക്ക് പോയിരുന്നു. സ്കൂളിൽ നിന്നും സ്കോളർഷിപ്പ് കിട്ടിയതിനാൽ പഠനമൊക്കെ എല്ലാ സ്ഥലത്തും പ്രിയായിരുന്നു. എന്നാൽ അവൾക്ക് എന്തെങ്കിലും അധികമായി ഫീസൊക്കെ വരുന്ന സമയങ്ങളിൽ അധ്യാപകരെല്ലാവരും അവളെ സഹായിക്കാറുമുണ്ട്. അവളുടെ പഠനത്തിലും മികവ് കണ്ട്. അതുകൂടാതെ തന്നെ വീട്ടിൽ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അത്യാവശ്യം 1-2 പശുക്കളും 2-3 ആടുകളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. വീട്ടിൽ ചെലവിന് തമ്പി 1 രൂപ പോലും കൊടുക്കാത്തതിനാൽ ഇതുങ്ങളെയൊക്കെ വളർത്തിയും ട്യൂഷൻ എടുത്തുമാണ് വാമിക അവളുടെ ജീവിതം പുലർത്തിയത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അവളുടെ ജീവിതം. അതിനിടയ്ക്കാണ് അമ്മ തൊഴുത്തിൽ തലകറങ്ങി വീഴുന്നത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വിജയലക്ഷ്മിക്ക് ഇടയ്ക്കിടയ്ക്ക് തലകറക്കം ഉണ്ടാകാറുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നടത്തിയ വിദഗ്ധ പരിശോധനയിൽ വിജയ്ക്ക് ബ്ലഡ് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞു. മാത്രമല്ല, അവരുടെ ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണെന്ന്, അവർക്കിനി അധികനാൾ ആയുസില്ലെന്നു കൂടി ഡോക്ടർ വിധി എഴുതിയതോടെ വാമിക പൂർണ്ണമായും തകർന്നുപോയി. ആ സമയങ്ങളിലൊക്കെ നാട്ടുകാർ വളരെ കയ്യയച്ച് സഹായിച്ചെങ്കിലും പിന്നീട് എല്ലാവരിൽ നിന്നുമുള്ള വരുമാനം കുറഞ്ഞു. കുട്ടികൾ ട്യൂഷൻ എടുക്കുന്നത് വൈകുന്നേരമാണ്. രാവിലെ തന്നെ തൊഴുത്തിലെ പണിയൊക്കെ തീരും. അതിനാൽ ഇത് രണ്ടിനും ഇടയ്ക്കുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ വാമിക ശ്രമിച്ചു. അങ്ങനെയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വഴി ആ സിറ്റിയിലെ ഏറ്റവും പേര് കേട്ട കാർത്തിക ടെക്സ്റ്റൈൽസിൽ വാമിക്ക് ജോലി കിട്ടിയത്. ഇതിനിടയിൽ തന്നെ പഠിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള പല ഇൻ്റർവ്യൂകളും വാമി അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെട്ട് അവളുടെ കാര്യങ്ങളെല്ലാം തുണിക്കടയുടെ ഉടമസ്ഥനോട് നേരിട്ട് പറഞ്ഞതിനാൽ അവൾക്ക് രാവിലെ 9 മുതൽ വൈകുന്നേരം 4 മണി വരെ ജോലി ചെയ്യാനുള്ള അവസരം അവിടെ ലഭിച്ചു. തുണിക്കടയിൽ കൂടി ജോലിക്ക് പോയതോടെ വാമിയുടെ ജീവിതം കുറച്ചുകൂടി സുഖകരമായി മുന്നോട്ട് പോയി. ക്യാൻസർ ബാധിതയായ അമ്മ അവൾക്കൊരു തീരാവേദനയായിരുന്നു. അവരുടെ രോഗവിനി ഒരിക്കലും പൂർണ്ണമായും മാറില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ സാഹചര്യത്തിൽ ഇനി മുന്നോട്ടുള്ള കുറച്ച് നാളെങ്കിലും അമ്മയ്ക്ക് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടുണ്ടാക്കി കൊടുക്കാൻ മാത്രമേ അവൾക്ക് കഴിയുമായിരുന്നുള്ളൂ. അതിനിടയിൽ വിജയുടെ രോഗവിവരം അറിഞ്ഞ് തമ്പി ഒരിക്കൽ വീട്ടിലേക്ക് വന്നു. രോഗശയ്യയിൽ കിടക്കുന്ന വിജയ ഒരുപാടൊക്കെ പറഞ്ഞു ശേഷമാണ് അയാൾ തിരികെ പോയത്. വാമി കടയിൽ ജോലിക്ക് പോകുന്ന സമയത്ത് വിജയ്ക്ക് ആവശ്യമായ ഭക്ഷണവും മരുന്നുമൊക്കെ എടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ സുമയായിരുന്നു കൊടുത്തത്. അങ്ങനെ വലിയ പ്രത്യേകതകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ വാമിയുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായ ഒരു സംഭവം അവളുടെ ജീവിതത്തിൽ വരുന്നു. പതിവ് പോലെ 4 മണിയായപ്പോൾ തുണിക്കടയിലെ ജോലിയിൽ അവസാനിപ്പിച്ച് ഇറങ്ങാൻ തുടങ്ങുകയാണ് വാമി. അപ്പോഴാണ് അവരുടെ ഫ്ലോർ മാനേജർ വന്ന് പറഞ്ഞത്, ഇന്ന് കുറച്ച് ലോഡ് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി ജോലിക്ക് നിൽക്കണമെന്ന്. അതുകൊണ്ട് തന്നെ വാമി സുമയെ വിളിച്ച് കാര്യം പറയുകയും കുട്ടികളോട് ട്യൂഷന് വരണ്ടെന്നും പറഞ്ഞേൽപ്പിച്ചവൾ. കുറച്ച് ജോലിയേ ഉള്ളൂ എന്ന് ഫ്ലോർ മാനേജർ പറഞ്ഞെങ്കിലും കുറച്ചധികം ജോലികളുണ്ടായിരുന്നു വാമിക്ക് അവിടെ. ജോലി കഴിഞ്ഞ് തുണിക്കടയിൽ നിന്ന് അവൾ ഇറങ്ങിയപ്പോൾ സമയം 7 മണിയോടടുത്തു. നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ 7 മണി ആയോളെങ്കിലും 9 മണിയായ പ്രതീതി തോന്നിയിരുന്നു. ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ തുള്ളിക്കൊരു കുടം കണക്കെ പെയ്യുന്ന ശക്തമായ മഴയെ അവൾ മനസ്സിൽ ശപിച്ചു. അതിനൊപ്പം തന്നെ കുടയുമില്ലായിരുന്നു അവളുടെ പക്കൽ. ബസ്സിറങ്ങി കുറച്ച് സമയം തൊട്ടടുത്തുള്ള കടയുടെ ഓരത്ത് കയറുന്നെങ്കിലും മഴയുടെ ശക്തി കൂടിയതല്ലാതെ കുറയുന്നില്ലെന്ന് കണ്ടതോടെ അവൾ ശക്തമായ മഴയിലേക്ക് കാലെടുത്ത് വെച്ചു.
തൊട്ടടുത്തുള്ള ഓട്ടോക്കാരെല്ലാം അവളെ നോക്കുന്നുണ്ട്. കാരണം മഴയായതുകൊണ്ടും കയ്യിൽ അവൾക്ക് കുടയില്ലെന്ന് മനസ്സിലായതുകൊണ്ടും ഇപ്പോൾ തങ്ങൾക്കൊരു ഓട്ടം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എല്ലാവരുടെയും മുഖത്ത് നിരാശ പടർന്നു. ഓരോ മഴത്തുള്ളികളും അവളുടെ ഉടലിനെ നനച്ച് താഴേക്കിറങ്ങി. വഴിയരികിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ വഴിവിളക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ. വഴിവിളക്കുകളുടെ പ്രകാശം കൂടി നിലച്ചതോടെ തോളി തൂക്കിയിരുന്ന ബാഗിൽ നിന്നും ധൃതിയിൽ ഫോൺ പുറത്തേക്കെടുത്തു. ഫോണിൽ ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ട് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നെങ്കിലും വെള്ളം കയറി ഫോണും ഓഫായി. സകല ദൈവങ്ങളെയും മനസ്സിൽ വിളിച്ചുകൊണ്ടവൾ മുന്നോട്ട് നടന്നതും ശക്തമായ ഒരു അലർച്ച മഴയെപ്പോലും വകവയ്ക്കാതെ അവളുടെ കാതിലേക്ക് വന്ന് പതിച്ചു. മഴനൂലുകൾക്കിടയിലൂടെ വീണ്ടും വീണ്ടും ആ സ്വരം അവളുടെ കാതിലെത്തി. ഭയപ്പെട്ടുകൊണ്ട് തന്നെ അവൾ ചുറ്റും നോക്കി. റബ്ബറിൻ തോട്ടത്തിന് നടുവിലൂടെ ഇടവഴിയിലൂടെയായിരുന്നു അവൾ വീട്ടിലേക്ക് പോയത്. അവളുടെ കണ്ണുകൾ നാലുപാട് സഞ്ചരിച്ചു. വണ്ണം കൂടിയ റബ്ബർ മരങ്ങളെല്ലാം ഓരോ മനുഷ്യന്മാരെ പോലെ അവൾക്ക് തോന്നിച്ചു. ഭയപ്പാടോടെ അവൾ ചുറ്റും നോക്കി. മഴയുടെ തണുപ്പും ഉള്ളിലെ ഭയവും എല്ലാം ചേർന്ന് അവളെ വിറച്ചു തുടങ്ങി. കണ്ണുകൾ കൂർപ്പിച്ച് മുന്നോട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ഒരാൾ. അതാരാണെന്ന് മുഖം വ്യക്തമല്ല. പക്ഷെ അയാൾ ഒരാളെ കുത്തുകയാണ് കത്തി കൊണ്ട്. കത്തി വലിച്ചൂരി വീണ്ടും വീണ്ടും കുത്തുന്നു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾ കണ്ടു, ഒരാൾ മാത്രമല്ല, ഒരു ഗ്യാങ്ങാണ് അവർക്കൊപ്പം. 3-4 പേർ കൂടിയുണ്ട്. ഗുണ്ടകളെന്ന് തോന്നിക്കുന്ന 3-4 പേര്. ഡാ, അവിടെ ഒരാൾ, പോയി പിടിക്ക്. അവരിലൊരാൾ അവളെ കണ്ടെന്ന് ഉറപ്പായതോടുകൂടി അവളെ നോക്കിക്കൊണ്ട് അലറി. അത് കേൾക്കേണ്ട താമസം 3-4 പേർ അവൾക്കടുത്തേക്ക് വന്നു. കിട്ടിയ ധൈര്യമെല്ലാം സംഭരിച്ചുകൊണ്ടവൾ വന്ന വഴി തിരിഞ്ഞോടി. നനഞ്ഞ സാരികൾ കാലുകൾക്കിടയിൽ ഒട്ടിയതിനാൽ അവൾക്ക് അധിക ദൂരം ഓടാൻ കഴിഞ്ഞില്ല. അതിനിടയിൽ തന്നെ കയ്യിലിരുന്ന ഫോണും തോളിക്കിടന്ന ബാഗുമൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു. എങ്കിലും അവൾ ആവുന്നത്ര വേഗത്തിലോടി. പെട്ടെന്നാണ് ഒരാൾ അവൾക്ക് പിന്നിലൂടെ വന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചത്. വാമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ശ്വാസമെടുക്കാൻ കഴിയാതെ പിടഞ്ഞു പോയി അവൾ. ആ നേരം കൊണ്ട് തന്നെ സ്വന്തം മരണം അവൾ മുന്നിൽ കണ്ടു. റബ്ബർ ഇലകൾക്കിടയിലൂടെ വീഴുന്ന മഴത്തുള്ളികൾ അപ്പോഴും അവളെ നനച്ചുകൊണ്ടിരുന്നു. അവളുടെ വാ പൊത്തിപ്പിടിച്ചയാൾ അവളെ വലിച്ചിടിച്ചുകൊണ്ട് അവരുടെ സാറിൻ്റെ അടുത്തേക്ക് ചെന്ന ശേഷമാണ് അവളുടെ വാ പൊത്തിപ്പിടിച്ച കൈകൾ മാറ്റിയത്. ആ ഇരുട്ടിലും അവൾ കണ്ടു കറുത്ത ഷർട്ടും പാൻറ്റും ധരിച്ച ഒരുവൻ, നന്നേ വെളുത്ത ഒരുവൻ. മഴയുടെ ശക്തി കൊണ്ടാകാം ഒതുക്കി വെച്ചിരുന്ന അവൻ്റെ മുടിയിഴകൾ അലസമായി നെറ്റിത്തടത്തിലേക്ക് വീണു. നീ ഏതാ? ഗാംഭീര്യം നിറഞ്ഞ അവൻ്റെ സ്വരം. അതടുത്ത് കേട്ടതും നാവ് വിലങ്ങിയതുപോലെ നിന്നുപോയി വാമി. ചോദിച്ചത് കേട്ടില്ലേ? ഞാനൊന്നും കണ്ടിട്ടില്ല. ഒരാളുടെ കരച്ചിൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഞാൻ ആരോടും ഒന്നും പറയില്ല. പ്ലീസ്, എന്നെ വിടണം. വയ്യാത്തൊരു അമ്മ മാത്രമേ എനിക്കുള്ളൂ. കോരിച്ചൊരിയുന്ന മഴയിലും അവൾ ആർത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നിർത്ത്. നിന്റെ കുടുംബചരിത്രം കേൾക്കാൻ നിൽക്കുമല്ല ഞാനിവിടെ. തൊട്ടു മുൻപിൽ നിൽക്കുന്നവളോട് യാതൊരു ദാക്ഷിണ്യവും തോന്നാത്ത തരത്തിൽ അവൻ്റെ ശബ്ദം ഉയർന്നു. അത്ര നേരവും കരഞ്ഞുകൊണ്ടിരുന്ന വാമി സ്വിച്ചിട്ടതുപോലെ കരച്ചിൽ നിർത്തി. വാമിക്ക് തൊട്ടു മുമ്പിൽ നിൽക്കുന്നവൻ്റെ മിഴികൾ ഒരു വേള അവളിലൂടെ ഒന്ന് സഞ്ചരിച്ചു. അഴിഞ്ഞുളിഞ്ഞ് മുഖത്തേക്ക് വീണ് കിടക്കുന്ന നനഞ്ഞൊട്ടിയ മുടിയിഴകളും മഴയുടെ കാഠിന്യത്താൽ നെറ്റിയിൽ നിന്ന് മൂക്കിൻ തുമ്പിലേക്ക് പടർന്നൊഴുകിയ ചുവന്ന പൊട്ട്, മഴയുടെ തണുപ്പിലും ഉള്ളിലെ ഭയത്തിലും വിറകൊള്ളുന്ന അതരങ്ങളും നന്നേ വെളുത്ത മുഖത്തോട് ഒഴുകി ദിശയറിയാതെ ഒഴുകുന്ന വെള്ളത്തുള്ളികളും. ഭയത്തിൻ്റെ തോത് കൂടുന്നതനുസരിച്ച് അവളുടെ കഴുത്ത് വിറകൊണ്ടു. അവൻ്റെ നോട്ടം പിന്നെയും താഴേക്ക് സഞ്ചരിച്ച നിമിഷത്തിൽ ഓട്ടത്തിനിടയിൽ തെന്നിമാറിപ്പോയ അവളുടെ സാരിയും നനുത്ത വയറും പാതി വെളിവായ പൂക്കിൽ ചുഴിയും അവൻ കാണുന്നത്. അത് കണ്ട മാത്രമേ തന്നെ മുഖം വെട്ടിച്ചു കളഞ്ഞവൻ തനിക്കൊപ്പം നിൽക്കുന്ന മറ്റു 4 പേരുടെയും നോട്ടം അവിടേക്കാണെന്ന് കാണുക അവന് മനസ്സിൽ പേരറിയാത്തൊരു അസ്വസ്ഥത തോന്നി. അവൾക്ക് മുമ്പിൽ നിന്നവൻ തൊട്ടടുത്തേക്ക് വരാൻ തുടങ്ങിയതും 2 അടി പിന്നിലേക്ക് നീങ്ങിപ്പോയവൾ. അതിനിടയിൽ വേച്ച് വീഴാൻ പോയവളെ ഒരു കൈയാൽ ഒതുക്കി പിടിച്ചവൻ. ഇവിടെ നടന്നതൊന്നും നീ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, മനസ്സിലായോ? അവളുടെ കാതോരം അവൻ്റെ അതരങ്ങളത് മന്ത്രിക്കുമ്പോൾ അറിയാതെ തല ചലിപ്പിച്ചവളുടെ കവളുകൾ അറിയാതെ അവൻ്റെ അതരങ്ങളുമായി അമർന്നു. ആ സമയത്തായിരുന്നു വലിയൊരു ഇടിയോടുകൂടി കൊള്ളിയാൻ മിന്നിയത്. പൊതുവെ ഇടിയും മഴയുമെല്ലാം പേടിയായവൾ അവനിലേക്ക് ചേർന്ന് ആ നെഞ്ചിൽ മുഖം പൂഴ്ത്തിയത് പെട്ടെന്നായിരുന്നു.
ഒടിഞ്ഞു വീണ റബ്ബർ മരത്തിൽ നിന്നും പടരുന്ന പച്ചപ്പാലിൻ്റെയും അവൻ അടുത്തേക്ക് വന്നപ്പോൾ അവൻ്റെ കയ്യിലെ ചുടുചോരയുടെയും മണം, അതിനൊപ്പം തന്നെ പേരറിയാത്ത ഏരോ ബ്രാൻഡഡ് പെർഫ്യൂമിൻ്റെ മണം അവളുടെ മൂക്കിൻ തുമ്പോരം വന്നെത്തി നിന്നു. അവൻ്റെ കൈകൾ യാന്ത്രികമായി സ്ഥാനം മാറിക്കിടന്ന അവളുടെ സാരി ഞൊറിപിടിച്ചിട്ടു. അവൻ്റെ വിരൽത്തുമ്പ് അവളുടെ നഗ്നമായ വയറിൽ ഉരസിപ്പോയതും അറിയാതെ അവൾ വയറുള്ളിലേക്ക് വലിച്ച് ശ്വാസം പിടിച്ചു. ഇറുക്കിയടിച്ച മിഴികളോടെ നിൽക്കുന്നവളെ അവനൊന്നു നോക്കി. വാമി പതിയെ കണ്ണു തുറന്നു. ചെറിയൊരു ജാളിതയോടെ അവനിൽ നിന്ന് അടർന്നു മാറി. അവനവളുടെ സാരി പിടിച്ച് നേരിയിട്ട സമയം തന്നെ അവനൊപ്പം നിന്ന ഗുണ്ടകൾ മുഖം ചുളിച്ചു. കാരണം അവളുടെ പാതി നഗ്നത ഇത്ര നേരവും കണ്ട് ആസ്വദിക്കുകയായിരുന്നു. അവർക്കതൊരടിയായി തോന്നി. അവൻ്റെ കണ്ണുകൾക്ക് ഓർമ്മതയോടെ അവരെ നോക്കിയതും അവർ മുഖം കുനിച്ചു കളഞ്ഞു. സോറി. മുമ്പിൽ നിൽക്കുന്നവൻ്റെ മുഖത്തേക്ക് നോക്കാതെ വാമിക പറഞ്ഞു. വീട് ഇവിടെ അടുത്താണോ? ഗാംഭീര്യമുള്ള അവൻ്റെ സ്വരം അവളുടെ കാതിൽ പതിഞ്ഞു. അതെ. എങ്കിൽ പൊയ്ക്കോളൂ. പിന്നെ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ നടന്നതൊന്നും നീ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. മറിച്ചായാൽ ഇതേപ്പറ്റി നിൻ്റെ വായിൽ നിന്ന് വേറെ ആരെങ്കിലും എന്തെങ്കിലും അറിയാനിടയായാൽ വെറുതെ വിടില്ല ഈ ആദം നദാൻ. അവൻ്റെ വായിൽ നിന്ന് കേട്ടതും ഭയത്തോടെ അവൾ തലയാട്ടി. എങ്കിൽ പൊയ്ക്കോ. അവനത് പറഞ്ഞു നിർത്തിയതും തിരിഞ്ഞൊന്ന് നോക്കുക കൂടി ചെയ്യാതെ ആ ഇരുട്ടിലൂടെ വാമി മുന്നോട്ടോടി. ഓടിക്കിതച്ച വീടിന് മുൻപിലെത്തുമ്പോൾ മഴയുടെ അവശേഷിപ്പ് പോലെ എറയത്തും പടിക്കെട്ടത്തുമല്ല വെള്ളം തളം കെട്ടി നിന്നു. മുറ്റത്തെ വെള്ളച്ചെമ്പകം മഴയിൽ നനഞ്ഞു കുതിർന്ന് അങ്ങനെ സുഗന്ധം പരത്തി നിൽക്കുകയാണ്. പണ്ടിങ്ങനെ ഭംഗിയുള്ള കാഴ്ചകളിൽ കണ്ണുടക്കി പോകുന്നവൾ എന്നാൽ ഇന്ന് അതൊന്നും ശ്രദ്ധിക്കാതെ ധൃതിയിൽ ഓടി തൻ്റെ മുറിയിലേക്ക് ചെന്നിട്ട് വാതിൽ ചേർത്തടച്ചു. അവളുടെ ശ്വാസഗതികൾ വേഗത്തിലായി. ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയർന്നു. കാരണം അങ്ങനെ ഒരു കാഴ്ചയായിരുന്നല്ലോ കൺമുമ്പിൽ കണ്ടത്. ജീവനു വേണ്ടി പിടയുന്ന ഒരുത്തൻ. ആരാണെന്ന് അവൾക്ക് യാതൊരു ഊഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പേര് മാത്രം ഓർമ്മയിൽ തെളിഞ്ഞങ്ങനെ നിന്നു. ആദം നദാൻ. ആരായിരിക്കും അവൻ? എന്തിനായിരിക്കും അവൻ അങ്ങനെ ചെയ്തത്? ഈ വിധം 100 ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. ഏറെ നേരം ആ നിൽപ്പ് നിന്ന ശേഷമാണ് അവൾ തൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ഓർത്തത്. നനഞ്ഞു കുതിർന്ന ദേഹത്തേക്ക് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന സാരിയും അലങ്കോലമായി കിടക്കുന്ന മുടിയിഴകളും. അവൾ വേഗം കുളിച്ചു മാറാൻ ഡ്രസ്സ് എടുത്തുകൊണ്ട് പിന്നാമ്പുറത്തെ ബാത്റൂമിലേക്ക് പോയി. കുളി കഴിഞ്ഞൊരു കപ്പ് കാപ്പിയുമായി വിജയുടെ റൂമിലേക്ക് വന്നു. മോള് വന്നായിരുന്നോ? മോൾ എപ്പോഴാണ് വന്നേ? 5 മിനിറ്റ് ആയുള്ളമ്മേ ഞാൻ വന്നിട്ട്. ഞാനൊന്ന് കുളിച്ച് വേഷം മാറി. ഇട്ടിരുന്ന വസ്ത്രമെല്ലാം അപ്പാടെ നനഞ്ഞു. പുറത്ത് നല്ല മഴയായിരുന്നു. അതേ മോളെ, നല്ല മഴയായിരുന്നു. ഇടയ്ക്കൊരു നല്ല ഇടിയും വെട്ടി. ഞാനപ്പോൾ നിന്നെക്കുറിച്ച് ഓർത്തു. നിനക്ക് ഇടിവെട്ടുന്നത് ഭയങ്കര പേടിയാണല്ലോ. വിജയ ഇടിവെട്ടുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്ന രംഗവും അതായിരുന്നു. പെട്ടെന്നൊരു കൊള്ളിയാനും ഇടിയും ഒന്നിച്ചു വന്നപ്പോൾ ചുറ്റിലും നോക്കാതെ അവനെ കെട്ടിപ്പുണർന്ന ആ രംഗം. അവളൊന്ന് വിറച്ചുപോയി. അതിൻ്റെ പ്രതിഫലനം എന്നോണം കയ്യിലിരുന്ന കപ്പിൽ നിന്നും ഒരു തുള്ളി കാപ്പി തുളുമ്പി അവളുടെ കയ്യിലേക്ക് തന്നെ വീണു.